നമുക്ക് ഇപ്പോൾ യാത്രക്കാരുടെ സംഘടനയിലേക്ക് ഒന്ന് പോകാം. ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ പ്രതിനിധി ലിയോൺസ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിയോൺസ്, ഈ നിരക്ക് കൂട്ടിയതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സർക്കാരുടെ വലിയൊരു വെല്ലുവിളിയാണ് ഇത്. യഥാർത്ഥത്തിൽ വലിയ കൊള്ള തന്നെയാണ്. കാരണം ഇപ്പം 10 മണിക്ക് ജോലിക്ക് കയറുന്ന ഒരാൾ 5 മണി വരെ ജോലി ചെയ്യുന്ന ആ ഒരു സമയം നോക്കിയാൽ പോലും 7 മണിക്കൂറോളം വരുന്നുണ്ട്. ഒരു 8 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള സമയം പോലും ഒരു കൊടുക്കുന്നില്ല. 8 മണിക്കൂർ വെച്ചിട്ട് ഒരു മിനിമം വെക്കുകയാണ്. അതുപോലെ 3 ഇരട്ടിയാണ് വർധനം. ഇത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വർദ്ധിപ്പിച്ചത്. അതൊരു സൈഡ് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അതായത് 12 മണിക്കൂർ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യാനായിട്ട് 30 രൂപ മുതൽ മുകളിലേക്ക്, കാറുകൾക്കാണെങ്കിൽ 70 മുതൽ 80 വരെ, 12 മണിക്കൂർ കഴിഞ്ഞാൽ അധിക ഫീസ്. അതോടൊപ്പം തന്നെ ഈ സീസൺ നിരക്കും കൂട്ടിയിരിക്കുകയാണല്ലോ. അതെ, സീസൺ നിരക്കും കൂട്ടിയിട്ടില്ല. ഈ വണ്ടിയുടെ പാർക്കിംഗ് ഫീസാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് ഇരുചക്ര വാഹനത്തിന് പ്രതിമാസം 200 രൂപ ഒരു സീസണിലേക്ക്, അതായത് ഒരു മാസം 200 എന്നുള്ളത് 600 ആക്കി കൂട്ടി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, 3 ഇരട്ടിയാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാര് 2 സ്റ്റേഷനിലും വണ്ടി വെക്കുന്നവരുണ്ട്. അവർ കയറുന്ന സ്റ്റേഷനിലും ഇറങ്ങുന്ന സ്റ്റേഷനിലും, അതായത് ഇപ്പം ഇറങ്ങുന്ന സ്റ്റേഷനിലേക്ക് മറ്റു ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി. ഇപ്പൊ 2 വണ്ടി വെക്കുന്നവരെ സംബന്ധിച്ച്, അതും പ്രത്യേകിച്ച് അവരൊക്കെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു നിരക്ക് വർധന പിൻവലിക്കണമെന്നാണ് യാത്രക്കാരുടെ സംഘടനയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഫീസ് കൂട്ടുമ്പോൾ ലിയോൺസ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു കൗതുകത്തിനാണ്. ഈ ഫീസ് കൂട്ടുമ്പോൾ സാധാരണ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചതിന്റെ ചെലവൊക്കെ കൂടി എന്നൊക്കെ പറഞ്ഞാണല്ലോ ഫീസ് കൂട്ടുന്നത്. പലയിടങ്ങളിലും പാർക്കിംഗ് കേന്ദ്രത്തിനൊന്നും മേൽക്കൂര ഇല്ലാത്തതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ സൗകര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും മാറ്റം അടിസ്ഥാന സൗകര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ പാർക്കിംഗ് ചെയ്യുന്നിടത്ത്? ഒന്നും കൂട്ടിയിട്ടുള്ളത് മാത്രമല്ല, ഈ വണ്ടി രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ പല ഭാഗങ്ങളും ഇല്ലാത്ത അവസ്ഥയും കൂടിയാണ്. ഇൻഡിക്കേറ്റർ ആയാലും ഹെഡ്ലൈറ്റ് ആയാലും ഒക്കെ പൊട്ടി, അതൊക്കെ സ്വന്തം റിസ്കിൽ വെക്കണമെന്നാണ് അവർ ആ ബില്ലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധർ വന്ന് ഈ പെട്രോൾ ഊറ്റുന്നതും ഒരു പതിവാണല്ലോ. അപ്പോൾ അതിനൊന്നും ഒരു പരിഹാരമായിട്ടില്ല, കാശ് മാത്രം കൂട്ടിയിട്ടുണ്ട്. ഒന്നിനും പരിഹാരമായിട്ടില്ല. പെട്രോൾ ഊറ്റുന്ന ഉൾപ്പെടെയുള്ള സംഭവമാണ് എല്ലാ സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഫ്രണ്ട്സ് ഓൺ റെയിൽസ് പ്രതിനിധിയാണ് ലിയോൺസ്. അപ്പോൾ ട്രെയിനിൽ പോകുന്ന ആളുകൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇപ്പോൾ ലിയോൺസ് പറഞ്ഞതുപോലെ കയറുന്ന സ്റ്റേഷൻ തിരുവനന്തപുരം, ഇറങ്ങുന്നത് എറണാകുളമാണെങ്കിൽ 2 ഇടത്തും വാഹനങ്ങൾ വെച്ചിട്ട് അതെടുത്ത് ഓഫീസിലേക്കൊക്കെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കീശ കീറുന്ന ഏർപ്പാടായി പോയി. എന്തെങ്കിലും സൗകര്യം കൂട്ടിയിട്ടാണെങ്കിൽ അത് നമുക്ക് ന്യായീകരിക്കാം. സൗകര്യം കൂട്ടിയിട്ടാണല്ലോ എന്ന്. ഇത് സൗകര്യം കൂടുന്നില്ല, സൗകര്യത്തോടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ കാശെടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ വസ്തുത. സാന്ത്വന സജുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.